നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാൻ ഇന്ന് കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം അവസാന വാരം വരെയുള്ള മീനക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് മീനക്കൂർ. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശനി 1-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതായത് ജന്മത്തിൽ നിൽക്കുന്നുവെന്ന് പറയും. അപ്പോൾ ശനിയുടെ എല്ലാ സ്വഭാവങ്ങളും നമുക്ക് അനുഭവപ്പെടും. അത് ശക്തമായി അനുഭവപ്പെടും. ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും മന്ദത അനുഭവപ്പെടും. പ്രവൃത്തി മേഖലയിൽ മന്ദത മൂലം മനക്ലേശം വർദ്ധിക്കും. ശത്രുക്കൾ ശക്തരാകും. ബന്ധുവിരഹം മൂലം മനക്ലേശത്തിന് ഇടവരും. മേലധികാരികളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും സ്ഥാനചലനത്തിന് ഇടവരികയും ചെയ്യും. ദൂരദേശ യാത്രയും അലച്ചിലും വന്നുചേരും. ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും. ഭാര്യ പുത്ര കലഹത്തിന് ഇടയുണ്ട്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. കുടുംബത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കന്നിമാസത്തില് രോഗാവസ്ഥകളൊക്കെ വർദ്ധിക്കുകയും മനക്ലേശത്തിനിട വരികയും ചെയ്യും. വാക്കിലുള്ള ദോഷനിമിത്തം ശത്രുക്കൾ വർദ്ധിക്കും. ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാകും. സ്ത്രീകൾ മൂലം പല അപവാദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. പ്രവൃത്തി മേഖലയിൽ അധികാരി വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാവുകയും അത് മനക്ലേശത്തിന് ഇടയുണ്ടാക്കുകയും ചെയ്യും. തർക്കങ്ങളൊക്കെയും കലഹങ്ങളായി മാറും. എങ്കിൽ തന്നെയും ധനുമാസത്തില് പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. വ്യാപാര ബന്ധങ്ങളൊക്കെയും മുന്നോട്ട് കൊണ്ടുപോവുകയും തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി നിൽക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് തടസ്സങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ മനസ്താപം ഉണ്ടാകേണ്ട കാര്യമില്ല. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലാതെ തടസ്സങ്ങൾ പരിഹരിക്കപ്പെടും. കുംഭമാസത്തില് പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ വിജയിക്കാൻ സാധിക്കും. പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകും. വാക്കുപാലിക്കാൻ കഴിയാതെ വരും. അയൽ ബന്ധങ്ങളൊക്കെയും വഷളാകും. സന്താന വിരഹം, സന്താന ദുരിതം, സുഖകരമല്ലാത്ത ദാമ്പത്തിക ജീവിതമൊക്കെയും വന്നു ചേരും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി ശനിദേവനെ പ്രീതിപ്പെടുത്തുക വളരെ അത്യാവശ്യമാണ്. ആ ഒരു വർഷക്കാലം മുഴുവനും തന്നെ ശനിക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും നമ്മുടെ സ്വന്തം ഭവനത്തിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്ത് നിലവിളക്ക് വെച്ച് എള്ളുതിരി കത്തിച്ച് ശനി സ്തോത്രം മുടങ്ങാതെ ജപിക്കുകയും ശനി ദിവസം നൊയമ്പെടുക്കുകയും ചെയ്യുന്നത് ഈ ദോഷങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയും. അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.